നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഘട്ടങ്ങൾ ഓരോ ഫേസുകളിലും പിന്നിടുകയാണ്. ഇന്ന് 4ാം ഘട്ടമാണ്. 96 മണ്ഡലങ്ങൾ, നിർണായകമായ 96 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഇന്നെത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം അവിടെ പങ്കെടുക്കും. അരവിന്ദ് കെജ്രിവാൾ സജീവമായി തന്നെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് റായ്ബറേലിയിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇനി 4ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആവേശകരമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്നലെ രാത്രിയിൽ RMP നേതാവ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് KK രമയടക്കം ആരോപിച്ച പശ്ചാത്തലമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അവിടുത്തെ DCC അധ്യക്ഷൻ ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പങ്കുവെക്കും. നേരത്തെ പറഞ്ഞതുപോലെ 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. ആന്ധ്രയുടെ പ്രത്യേകത, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായി ചേർന്ന് നടക്കുന്നുണ്ട്. ഇതും പ്രധാനപ്പെട്ട NDA പോലെയുള്ള കക്ഷികൾക്ക് നിർണായകമാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ UP അടക്കം ഇന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്, സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്, ആന്ധ്രയിലും തെലങ്കാനയിലും മറ്റും. നേരത്തെയൊക്കെ BJPയും ഇന്ത്യ മുന്നണിയും തമ്മിൽ നേർക്കുന്നവരായിരുന്നു പോരാട്ടമെങ്കിൽ ഇത്തവണ TDP അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങളിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. എന്താണ് ഈ 96 മണ്ഡലങ്ങളുടെ പ്രത്യേകതയായി എടുത്തു കാണിക്കാനുള്ളത്? രഞ്ജിത്ത്, അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത് 2019 ഈ 96 മണ്ഡലങ്ങളിൽ 42 42 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയം സ്വന്തമാക്കാൻ BJPക്ക് ഒറ്റയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളും വലിയ രീതിയിലുള്ള വിജയം നേടാൻ സാധിച്ചു. അതിൽ മൊത്തം 63 NDA സഖ്യത്തിന് വിജയിച്ചു കയറാൻ സാധിച്ച ഒരു ഘട്ടം കൂടിയാണ് ഈ 4ാം ഘട്ടം എന്ന് പറയുന്നത്. അവിടെ 50%-ലധികം വോട്ട് ഷെയർ BJPക്ക് സ്വന്തമായിട്ടുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിജയം ഇത്തവണ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDAക്കുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ തവണ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണയും നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഇത്തവണ TDPയും ഒപ്പം തന്നെ ജനസേന അടക്കമുള്ള സഖ്യത്തെ രൂപീകരിച്ചുകൊണ്ട് NDA അവിടെ ഒരു വലിയ തിരിച്ചുവരവിനാണ് ഒരുങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ YSR കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് കൂടുതൽ സീറ്റിലേക്ക് ഒരു 2 അക്കം തികയ്ക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം കൂടി നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും അതൊക്കെ കണ്ടറിയേണ്ടതായിരിക്കുന്നു. രാവിലെ 7 മണിയോട് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ ആന്ധ്രാപ്രദേശിലെ കാര്യം നോക്കുമ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയും നിയമസഭാ മണ്ഡലത്തിലും കൂടുതൽ മേൽക്കൈ നേടാൻ BJPക്ക് സാധിക്കും. കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ, ശുഭപ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 22 YSR കോൺഗ്രസിനായിരുന്നു വിജയം ഉണ്ടായിരുന്നത്. ഇത്തവണ അത് താഴേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ, അല്ലെങ്കിൽ പ്രീ പോൾ സർവേയിലൊക്കെ ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ളൊരു പ്രവർത്തനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നിരവധി തവണ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും നിരവധി തവണയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മോദി ഗ്യാരണ്ടി അവിടെ വർക്കൗട്ട് ആകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. കൂടാതെ നമ്മൾ തെലങ്കാനയിലേക്ക് പോകുമ്പോൾ അവിടെ 17 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ BRSനൊപ്പം നിന്ന സംസ്ഥാനം കൂടിയായിരുന്നു തെലങ്കാനയെങ്കിൽ ഇത്തവണ അവിടെ സ്ഥിതി മറ്റൊന്നാണ്. കാരണം ആദ്യമായി അവിടെ നിയമസഭയിൽ ഭരണത്തിലേറാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. കൂടാതെ NDAക്ക് കഴിഞ്ഞ തവണ അവിടെ 4 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ 2 അക്കത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച്, സൗത്ത് ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങളിലും കൂടുതൽ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 63 കഴിഞ്ഞ തവണ NDA വിജയിച്ചതെങ്കിൽ, ഈ 96 63 വിജയിച്ചതെങ്കിൽ ഇത്തവണ ഈ 2 സംസ്ഥാനങ്ങളിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ഈ 4ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഈ പോളിംഗ് ശതമാനം വളരെയധികം കുറവായിരുന്നു മുൻകാലങ്ങളിലെ അപേക്ഷിച്ച്. ഇത്തവണയും ഈ 4ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറയോ എന്നുള്ള ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. ഒപ്പം തന്നെ മറ്റു പാർട്ടികൾക്കും ഒരേപോലെ തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ സൗത്തിന്റെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ 3 ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു മിഥുൻ. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചില്ല. പ്രധാനമന്ത്രി അടക്കം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തണമെന്ന ആഹ്വാനം കഴിഞ്ഞ 3ാം ഘട്ടത്തിന് മുൻപ് നടത്തിയിരുന്നു. ഇന്ന് മിഥുൻ പറഞ്ഞതുപോലെ BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ BJP 50% മുകളിൽ വോട്ട് നേടി വിജയിച്ച നിരവധി മണ്ഡലങ്ങളിലുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയിലൊക്കെ ഈ TDPയുമായി ചേർന്ന്, ജനസേനയുമായി ചേർന്ന് വലിയ പ്രതീക്ഷ NDA എന്ന രീതിയിൽ BJP പങ്കുവെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പോളിംഗ് ശതമാനം സാധാരണയായി കാണുന്ന ഈ പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ ഇന്ന് കാര്യമായ പോളിംഗ് നടക്കണം. എന്താണ് പ്രാദേശിക കക്ഷികളുടെ അടക്കം പ്രതീക്ഷ ഈ മണ്ഡലങ്ങളിൽ? ഒപ്പം തെലങ്കാനയിൽ കൂടുതൽ സീറ്റുകൾ BJP വിചാരിക്കുന്നു. ആന്ധ്രയിൽ ഒരു സഖ്യമായി ചേർന്ന് കൂടുതൽ വോട്ട് ഷെയർ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള എന്തൊക്കെ നടപടികൾ ഈ 4ാം ഘട്ടത്തിൽ ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ കടന്നു വന്നിട്ടുണ്ട്? തീർച്ചയായും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ 3ാം ഘട്ടത്തിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആഹ്വാനം ചെയ്തതായിരുന്നു. കാരണം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയായിരുന്നു. അവിടെ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്തണമെന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരുന്നുവെങ്കിൽ പോലും തന്നെ ആ 3ാം ഘട്ടത്തിലും അത് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലല്ല ഏറ്റവും കുറവ് പോളിംഗ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടക്കുന്നത്. കാരണം അവിടെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അത് തന്നെയാണ് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒപ്പം തന്നെ മറ്റു പാർട്ടികളെയൊക്കെ തന്നെ അലട്ടുകയും ചെയ്യുന്നത്. കാരണം ഈ ചൂടത്ത് കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും നമ്മൾ എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സൗത്ത് ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ എല്ലാം ഉള്ളത് ഈ ഉത്തരേന്ത്യയിലാണ്. അതായത് ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങളുണ്ട്, 11 മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്. കൂടാതെ മധ്യപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും അടക്കം 8 മണ്ഡലങ്ങൾ വീതം ഇന്ന് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നുണ്ട്. കൂടാതെ ഒഡീഷയിൽ മത്സരം നടക്കുന്നുണ്ട്. അവിടെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വിധിയെഴുത്ത് നടക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് നടക്കുന്നത്. അവിടെയൊക്കെ കനത്ത ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഇന്നലെ നിശബ്ദ പ്രചാരണത്തിന്റെ ഇടയിലും സ്ഥാനാർത്ഥികൾ നെട്ടോട്ടം ഓടുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തു. കൂടാതെ ഈ ആളുകളെല്ലാം തന്നെ എത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ 2019 ഈ 4ാം ഘട്ടത്തിലെ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അന്ന് 69.72% പോളിംഗ് എങ്കിൽ ഇത്തവണ അതിലും മേൽക്കയിലേക്ക് പോകുമോ എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം മുൻ നടന്ന 3 ഘട്ടങ്ങളിലും ഇതേ സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ 4 മുതൽ 5% വരെ പോളിംഗ് ഓരോ ഘട്ടത്തിലും കുറയുന്നതായിട്ടാണ് നമുക്ക് വിലയിരുത്താനായി സാധിക്കുകയും ചെയ്തത്. കൂടാതെ കണക്കുകളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്തതാണ്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് NDA തന്നെയാണ്. കാരണം പോളിംഗ് ശതമാനം കുറയുന്നത് അത് തിരിച്ചടിയാകുന്നത് NDAക്കാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഉത്തരേന്ത്യ അപേക്ഷിച്ച് നിർത്തിയാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 85% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയിരുന്നുവെങ്കിൽ പോലും തന്നെ ഇത്തവണ അത് 82 കുറയുന്നു. നിലവിൽ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും തന്നെ അത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് അവിടുത്തെ പാർട്ടികളെ സംബന്ധിച്ചും ഒപ്പം തന്നെ കോൺഗ്രസിനെയും പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളാണ് ഇനി തീർച്ചയായും അതാണ് സാഹചര്യം. 96 മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്ക് ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യമാണ്. 21 ദിവസത്തേക്ക് ജാമ്യം ലഭിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം പ്രചരണ രംഗത്ത് സജീവമാകുന്നു. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ഈ 4ാം ഘട്ടത്തിന് മുൻപുള്ള താരം എന്ന കാര്യം നിസ്സംശയം പറയാം. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KP അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, കെജ്രിവാളിന്റെ വരവാണ് ഈ 4ാം ഘട്ടത്തിൽ വലിയ ചർച്ചയായത്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും വിവിധ വിഷയങ്ങൾ മോദിയായിരുന്നു താരമെങ്കിൽ, മോദി മുന്നോട്ട് വെക്കുന്ന അജണ്ടകളായിരുന്നു തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ, ഇത്തവണ കെജ്രിവാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഈ 4ാം ഘട്ടം. കെജ്രിവാളിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചരണ പരിപാടികൾ ഏത് തരത്തിലാണ്? ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹം പോകുന്നുണ്ടോ?
രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ആയിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം ജയിൽ മോചിതൻ ആയത്. അതോടുകൂടി ഇന്ത്യ മുന്നണിക്കും AAPക്കും പുതിയ ഒരു ഊർജം തന്നെ കൈവന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കുന്നത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള ആയുധമാക്കി മാറ്റുന്നു. അനാവശ്യമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രചാരണ ആയുധമാക്കി അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തുക എന്നതാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നത്. അതേസമയം ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ജയിൽ മോചിതനായതിനു ശേഷം ആദ്യം നടത്തിയത് ഹനുമാൻ മന്ദിറിൽ ദർശനം ആയിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നീട് ഡൽഹിയിലെ AAPയുടെ കാര്യാലയത്തിലേക്ക് എത്തിയത്. അങ്ങനെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് BJPയും നരേന്ദ്രമോദിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറയുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവരെ ജയിലിൽ അടയ്ക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്നും ഇനി ഒരിക്കൽ കൂടി മോദി അധികാരത്തിലേറിയാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നും പറയുമ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് AAPയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം AAP മത്സരിക്കുന്ന, അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസുമായി ധാരണയിലെത്തി 4 സീറ്റുകളിൽ AAP മത്സരിക്കുന്ന ഡൽഹിയിലായിരുന്നു പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് എങ്കിൽ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ രാജ്യവ്യാപകമായി തന്നെയുള്ള പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനാകും. ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിലേക്ക് അദ്ദേഹം കടന്നുവരുന്നു എന്നുള്ളതാണ്. ലക്നൌവിൽ 15-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജംഷഡ്പൂരിൽ 16-ാം തീയതിയും മുംബൈയിൽ 17-ാം തീയതിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകുന്നു. നമുക്കറിയാം ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ ജാമ്യ ദിനങ്ങളിൽ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ആയിരിക്കും അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കേന്ദ്രീകരിക്കുക. കാരണം നമുക്കറിയാം ജാമ്യ വ്യവസ്ഥ പ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഡൽഹി മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സമയം, ഒരുപക്ഷെ രഞ്ജിത്ത്, ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കെജ്രിവാൾ ഇത്രയും പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനാകും എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമായിരുന്നില്ല. AAPക്ക് കൂടുതൽ കരുത്തുള്ള ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവുകയും അറസ്റ്റിന് ശേഷം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തതോടുകൂടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങളെ ഇന്ത്യ സഖ്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ. 75 വയസ്സാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ആ മോദിയെ അടൽ ബിഹാരി വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും ഒക്കെ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയതുപോലെ പാർട്ടി ഇനി പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുമോ? അങ്ങനെയെങ്കിൽ ഈ ഗ്യാരണ്ടി, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഗ്യാരണ്ടി എന്നതാണല്ലോ BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ആ ഗ്യാരണ്ടി ആര് നൽകും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തന്റെ ഗ്യാരണ്ടി കെജ്രിവാൾ അങ്ങനെ കളം നിറയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൾക്കൂട്ടവും ഈ ആരവും ഒക്കെ വോട്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പം അഭിലാഷ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റായ്ബറേലിൽ അടക്കമുണ്ട്, UP എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ് ഷോ അടക്കം നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ UP കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് ഇന്നും നാളെയുമൊക്കെ ഉണ്ടാവുക അല്ലേ? ഇന്ന് ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടിയുണ്ട്. അത് രാവിലെ 11 മണിയോടുകൂടിയാണ് ബീഹാറിലുള്ളത്. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്ക് എത്തുന്നത്. അതോടുകൂടി BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മറ്റൊരു ഊർജ്ജമാണ് കൈവരാൻ പോകുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണ വാരണാസിയിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുകയും വിജയിക്കുകയും അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 6 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ
കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അജയ് റായിയെ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും അജയ് റായ് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട എതിരാളി എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ 2014 നമുക്കറിയാം ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് അടക്കം വിജയിച്ചു വരികയും പിന്നീട് വാരണാസി സ്വന്തം മണ്ഡലമായി തെരഞ്ഞെടുക്കുകയും ചെയ്ത ആൾ ആണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു ആത്മബന്ധം വാരണാസിയുമായി അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയായതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളടക്കം വാരണാസിയിൽ പ്രധാനമന്ത്രി നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണവും ആണ് പ്രധാനമന്ത്രിക്ക് അവിടെ BJP പ്രവർത്തകർ നടത്താൻ പോകുന്നത്. ഹിന്ദു ബനാറസ് സർവകലാശാലയ്ക്ക് മുന്നിലുള്ള മൻമോഹൻ മാളവ്യ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ആയിരിക്കും റോഡ് ഷോ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് ഇന്ന് എത്തുകയും നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുക. പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിലടക്കം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് ഉൾപ്പെടെ എത്തിയേക്കാം. എന്തായാലും സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി തന്നെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി. പ്രധാനപ്പെട്ട നേതാക്കൾ അവരവരുടെ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു പോയത് 1-2 ദിവസം മാത്രമാണെന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി അതുപോലെ തന്നെ നരേന്ദ്രമോദി പോലെയുള്ള പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ രാജ്യവ്യാപകമായി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളുകളാണ്. അവർ 1-2 ദിവസം മാത്രമാകും. കാരണം അത്ര ഉറപ്പാണ് ആ മണ്ഡലത്തിൽ വോട്ടർമാർ കൈവിടില്ല എന്നുള്ളത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി മറ്റൊരു സംഭവം നടന്നു. പകൽ മുഴുവൻ വാർത്ത KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു. പക്ഷേ രാത്രി KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളതാണ്. സ്കൂട്ടറിലെത്തിയ സംഘം സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇന്നലെ രാത്രി 8:15 ഈ ആക്രമണം ഉണ്ടായത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതിനകം തന്നെ RMPയുടെ KK രമയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. CPM ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ഈ KP മോഹന്റെ ഒക്കെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചാണ് KK രമ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? പോലീസ് ഇന്നലെ രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഹരിഹരന്റെ അടക്കം മൊഴിയെടുക്കുകയും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ പ്രതികളിലേക്കോ അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്നതിലേക്കോ കൃത്യമായി എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ഹരിഹരന്റെ അശ്ലീല പരാമർശം വിവാദമായതിനെ തുടർന്ന് ഉച്ചയോടുകൂടിയൊക്കെ ആ വീട്ടിന്റെ ഭാഗത്ത് ചിലർ കറങ്ങിയിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഹരിഹരൻ പറയുന്നു. ഇതിനുശേഷം വൈകിട്ടും അതിലെ റോന്തു ചുറ്റുന്ന ഒരു ചുവന്ന കാറടക്കം റോന്തു ചുറ്റുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഒപ്പം വീടിന്റെ പുറത്തു വന്ന് കുറച്ചാളുകൾ തന്നെ തെറിവിളിക്കുകയും ഉണ്ടായി എന്നും പറയുന്നു. ഇതിനുശേഷമാണ് രാത്രി 8:15 ഈ സ്ഫോടക വസ്തുക്കൾ ആ വീടിന് നേരെ എറിഞ്ഞത്. എന്തായാലും വീടിന്റെ പുറംമതിലിൽ തട്ടിപ്പൊട്ടിത്തെറിച്ചതിനാൽ അകത്തേക്ക് കിടക്കുകയോ മറ്റു വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ വിവാദമായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹരിഹരന്റെ വടകരയിലെ പ്രസംഗം വിവാദമായതിന് പിന്നാലെ CPM-ഉം DYFI-യും അടക്കമുള്ള സംഘടനകളൊക്കെ ഹരിഹരനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ മാപ്പ് പറഞ്ഞു ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തനിക്ക് വലിയ പിശക് പറ്റി, അതുകൊണ്ട് മാപ്പ് പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും ആ മാപ്പ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടിലാണ് DYFI-യും CPM-ഉം ഒക്കെ ഉള്ളത്. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. കാരണം കേവലം മാപ്പ് പറച്ചിൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചത്. നിരവധി പരാതികൾ ഇതിനകം പോലീസ് മേധാവിക്കും വടകര പോലീസിനുമൊക്കെ ലഭിക്കുകയും ഇന്നലെ വടകര പോലീസ് ഹരിഹരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ ആക്രമണം CPM-ന്റെ ആസൂത്രിതമായ നീക്കമാണ് എന്ന് RMP KK MLA അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ വിവാദമായി ഈ അശ്ലീല പരാമർശത്തിന് പിന്നാലെ ഈ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്കറിയാം രാവിലെയൊക്കെ ഹരിഹരന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. പിന്നീട് തുടർച്ചയായി അദ്ദേഹം ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. RMP നേതാക്കളും കോൺഗ്രസും ഒക്കെ തള്ളിപ്പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് DYFI പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. ഇതനുസരിച്ചുള്ള തുടർ നടപടികളിൽ ഇനിയും പോലീസ് കടക്കേണ്ടി വരും. തീർച്ചയായും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ ഈ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തും. അതിന് പിന്നാലെയാവും എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കാവണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കേസാവും മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു നിലപാടിലേക്കും നീങ്ങും. എന്തായാലും വളരെയധികം പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പരാതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന് നേരെയുള്ള സ്ഫോടവസ്തുക്കൾ എറിഞ്ഞതുമായി ബന്ധപ്പെട്ടും അന്വേഷണം ആരംഭിക്കും. എന്തായാലും RMPയുടെ ഭാഗത്തുനിന്നും സംശയമുന
CPM-ലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇത്തരമൊരു പരാമർശവുമായി ബന്ധപ്പെട്ട് താൻ മാപ്പ് പറഞ്ഞിട്ടും ആ ഖേദപ്രകടനം അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞത് ഒരു ഭീഷണിയെ തന്നെ കണക്കിലെടുക്കാം. അതുകൊണ്ട് കൃത്യമായി CPM-നെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന്റെ പാത CPM സ്വീകരിക്കുന്നു എന്ന ആക്ഷേപമാണ് RMP മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിയമ നടപടികൾ രണ്ട് വശത്തു നിന്നും മുന്നോട്ട് പോകും. ഒന്ന്, ഈ ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടും, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധമായ ഈ സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്കെതിരെ നടത്തിയ ലൈംഗിക പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടും. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഇന്നലെ രാത്രിയിലാണ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിയുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു, മറ്റു ചില RMP പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചുറ്റുമതിലിൽ തട്ടി ഈ സ്ഫോടക വസ്തു പൊട്ടി, ആർക്കും പരിക്കും മറ്റുമൊന്നുമില്ല. ബൈക്കിൽ വന്ന രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അത്തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, CPM-നെതിരെ ആരോപണവുമായി ഈ വിഷയത്തിൽ KK രമ MLA രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് വേണമെന്ന ആവശ്യം LDF-ന് മുന്നിൽ വെക്കാൻ യോഗം തീരുമാനമെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക. CPI-യും സമാനമായ ആവശ്യവുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒഴിവ് വരുന്നത്. 2 LDF-ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിലൊന്ന് സ്വാഭാവികമായും CPM-നുള്ളതാണ്. രണ്ടാമത്തേത് കേരള കോൺഗ്രസ് എമ്മും CPI-യും ഒരുപോലെ ക്ലെയിം ചെയ്യുന്നു. കാരണം രണ്ടുപേരുടെയും ഏറ്റവും ഉന്നത നേതാക്കളാണ് ആ പദവിയിൽ ഇപ്പോൾ ഉള്ളത്. കേരള കോൺഗ്രസ് എം ഒരു തരി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണോ? തീർച്ചയായും അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറാകും. പക്ഷേ CPM എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഇതിൽ നിർണായകമാകുക. പാർട്ടിയുടെ ചെയർമാൻ തന്നെയാണ് രാജ്യസഭ MP ആയി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ LDF-ലേക്ക് വരുന്ന സമയത്ത് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭ സീറ്റ് സ്ഥാനം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഇപ്പോൾ വരുന്ന ഒഴിവ് തങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. അതായത് ഒരു MP സ്ഥാനവും ഒരു രാജ്യസഭ MP സ്ഥാനവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇതൊരു സാങ്കേതികമായി ഇതൊരു തീരുമാനമായി. അത് LDF-ന് മുന്നിൽ ചർച്ചകൾക്ക് വേണ്ടി ഇത്തരം ആവശ്യം മുന്നോട്ട് വെക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോകും. എന്തായാലും CPM-ഉം LDF-ലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തീരുമാനമായിരിക്കും ഇതിൽ പ്രധാനം. 1-ാം തീയതി ഈ ജൂൺ 1-നാണ് ഈ കാലാവധി പൂർത്തിയാകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമായിരിക്കും വിജ്ഞാപനവും മറ്റും ഉണ്ടാകുക. ആ ഘട്ടത്തിലായിരിക്കും LDF ഇതൊരു യോഗം ചേർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഇപ്പുറത്ത് CPI-യുടെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഒഴിയുന്ന സീറ്റിലേക്കാണ്. അവരും ഇതേ ക്ലെയിം മുന്നോട്ട് വെക്കും. ഇടത് ഭരണമുള്ള സമയത്ത് അവർക്ക് 2 രാജ്യസഭാ MP-മാരുണ്ടാകുന്നു. ആ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. എന്തായാലും CPI-യും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ഈ മുന്നണിക്കുള്ളിൽ ഒരു ചെറിയ പോരും മറ്റും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പല സീറ്റുകൾ, ഇപ്പൊ കോട്ടയം ജില്ലയിൽ തന്നെ കാഞ്ഞിരപ്പള്ളിയൊക്കെ LDF-ൽ CPI മത്സരിച്ചിരുന്ന സീറ്റാണ്. അത് കേരള കോൺഗ്രസ് എം വന്നതോടെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ആരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക എന്നുള്ളതാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റൊക്കെ വേണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. 2 സീറ്റെങ്കിലും കിട്ടുമെന്ന് ആ ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 1 സീറ്റ് മാത്രമാണ് CPM നൽകിയിരുന്നത്. അതേ ഒരു നില തുടരുമോ ഈ കാര്യത്തിൽ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വരാനിരിക്കുകയാണ് ജൂൺ 4-ന്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇത്തവണ കേരള കോൺഗ്രസുകളുടെ പോരാട്ടമായിരുന്നു ശ്രീജിത്ത് കോട്ടയത്ത്. അവിടെ മിക്ക സർവേകളും ഫ്രാൻസിസ് ജോർജിന് വിജയം അത്തരത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്, പ്രവചിക്കുന്ന സാഹചര്യമുണ്ട്. അത് ചർച്ചയാകുമായിരിക്കും, ഡീറ്റെയിൽഡ് ആകും അല്ലേ? കേരള കോൺഗ്രസിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ അതിനുശേഷം ഏത് തരത്തിലായിരുന്നു? യോജിപ്പോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ? LDF-ആയി പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചോ? അത്തരം വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായും. തീർച്ചയായും തൽക്കാലത്തേക്ക് അവരുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാകാം, ആ സീറ്റ് വിജയിക്കും എന്നത് തന്നെയായിരിക്കും. പക്ഷെ അവിടെ കൗതുകകരമായുള്ളത് CPM-ന്റെ വിലയിരുത്തലിലോ CPI-യുടെ സംസ്ഥാന കമ്മിറ്റികളുടെ വിലയിരുത്തലിലോ കോട്ടയം ജയിക്കും എന്നൊരു പട്ടികയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് എം ജയിച്ചില്ല എങ്കിൽ ഈ ഒരു MP സ്ഥാനം, രാജ്യസഭാ MP സ്ഥാനമെങ്കിലും നിലനിർത്തുക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ ഈ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള തർക്കത്തിൽ ആ പാർട്ടിയുടെ ചിഹ്നവും അംഗീകാരവും ഒക്കെ നിലനിർത്താൻ ഈ MP സ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിയോ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം തർക്കങ്ങളിലും ഈ MP സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് പക്ഷേ ഇങ്ങനെ സാങ്കേതികമായി ഈ സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്താൻ സാധ്യത. രഞ്ജിത്ത് ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുണ്ടാകും. അതിലും പ്രധാനം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുടെ ക്ലെയിമാണ്. അതും LDFനെ വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പരസ്പരം പോരടിച്ച് കോൺഗ്രസ് നേതാക്കൾ. കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരസ്യ വിമർശനമുയർത്തി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നു. പാർട്ടിയിൽ അത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. പെരിയ കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്നാണ് ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണം. ഉണ്ണിത്താന് വേണ്ടി പുറത്തു പോകുന്നു എന്ന് ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വാർത്തയായതോടെ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. KV ബൈജു ചേരുന്നു. ബൈജു, നേരത്തെ അവിടെ ചില പ്രതിയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പാർട്ടി ഇവരെ സഹകരിപ്പിക്കരുത് എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണോ ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയുടെ പോസ്റ്റ്? ഒപ്പം അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്ര ഏകോപനമില്ലായിരുന്നു കാര്യങ്ങളിൽ, ഉണ്ണിത്താനെ താല്പര്യമില്ലാത്തവരായിരുന്നു കൂടുതൽ നേതാക്കളും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ പുതിയ സംഭവവികാസങ്ങളിൽ നിന്ന്? രഞ്ജിത്തെ, തീർച്ചയായും ഈ പെരിയ കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13ാം പ്രതിയും CPM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ ഈ കോൺഗ്രസിലെ നേതാക്കൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ പങ്കെടുത്ത പ്രമോദ് പെരിയ മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടിയെടുത്തിരുന്നു. ഇയാളെ KPCC നിർദ്ദേശപ്രകാരം ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രമോദ് പെരിയ പറഞ്ഞത് താൻ മാത്രമല്ല ഇതിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് ഈ പെരിയയിലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുമായി ഇത്തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ ഇത്തരത്തിൽ ഇതാക്കുന്നവരെ ഇതെന്തായാലും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല, ഇവർക്കെതിരെ എത്ര ഉന്നതരായാലും നടപടിയെടുക്കണം തുടങ്ങിയ വാചകങ്ങളായിരുന്നു ഉണ്ണിത്താൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഉണ്ണിത്താന്റെ ഈ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി KPCC സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ പോസ്റ്റിലൂടെ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു വെച്ചത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊണ്ടകീറി ജില്ലയിലുടനീളം പ്രസംഗിച്ചിട്ടും കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാനാണ് ഇത്തരത്തിലുള്ള ഉണ്ണിത്താന്റെ ശ്രമം. മാത്രമല്ല, പെരിയയിലെ കഴിഞ്ഞ തവണ ഉദുമ മണ്ഡലത്തിൽ ബാലകൃഷ്ണൻ പെരിയ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ തന്നെ അട്ടിമറിക്കാൻ ഉണ്ണിത്താൻ കൂട്ടുനിന്നു. ഒപ്പം രാത്രിയുടെ മറവിൽ ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ മണികണ്ഠനുമായി ഉണ്ണിത്താൻ സംഭാഷണം നടത്തി തുടങ്ങിയ വാചകങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത്. അതുകൊണ്ട് താൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു എന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ബാലകൃഷ്ണൻ പെരിയുമായി ആശയവിനിമയം നടത്തി സമവായ ചർച്ചകൾ നടത്തി എന്നാണ്. ഏതായാലും ബാലകൃഷ്ണൻ പെരിയയുമായി ഇന്നും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ തൽക്കാലം പരസ്യ പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. രഞ്ജിത്ത്, ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വിഷയങ്ങളൊന്നും പരസ്യമായി വന്നിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാതെ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ സഹകരണം എന്ന കാര്യത്തിലൊക്കെ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കാസർഗോഡ് ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ടേമിൽ 5 വർഷവും ഇതേ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ഉണ്ണിത്താന് ഭയമുണ്ടോ? ഉണ്ണിത്താനോട് നമ്മൾ ഈ പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഇത്തവണ UDFന്
തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി കാസർഗോഡ് മാറുന്നുണ്ടോ? ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പൂർണ്ണമായ സഹകരണം നേതാക്കൾ ഉണ്ണിത്താൻ നൽകിയില്ല എന്നുമുണ്ടോ? തീർച്ചയായും രഹസ്യമായെങ്കിലും ഇത്തവണ വിജയം അത്ര എളുപ്പമല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവരിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ പയ്യന്നൂർ, കല്യാശ്ശേരി തുടങ്ങിയ തൃക്കരിപ്പൂർ തുടങ്ങിയ ഇടത് കോട്ടകളിൽ വലിയ പോളിംഗ് ശതമാനം ഉയർന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് കള്ളവോട്ട് വ്യാപകമായി CPM ചെയ്തു എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ മറന്നവർക്ക് മാപ്പില്ല, ഒപ്പം ഇത്തരം ആൾക്കാർ തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും തുടങ്ങിയ വാചകങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ നിന്നും വായിച്ചെടുക്കുന്നത് ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നും വലിയൊരു തോതിലുള്ള വോട്ട് തനിക്ക് ലഭിക്കാതെ പോയി എന്ന ഒരു സൂചന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിൽ തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസവുമാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നത്. എന്നാലും അതിനിടയിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വിജയം അത്ര എളുപ്പമല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ്, പുതുമ മണ്ഡലങ്ങളിലും. അതാണ് കാസർഗോഡ് നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകൾ, നിരവധിയായ വാർത്തകൾ നൽകാറുണ്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രണ്ടുപേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടുപേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. ഒരാളെ നേരത്തെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാപ്പകലാണ് കരമനയിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണമുറപ്പിക്കുന്നതിനായി നിരവധി തവണ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന കാഴ്ച, അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യത്തിലുള്ള ആ കല്ലെടുത്ത് ദേഹത്തേക്ക് എറിയുന്ന അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ ആണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. മോർണിംഗ് വൈബ്സ് തുടരുന്നു. പാനൂർ സ്വദേശിനിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഈ പ്രോസിക്യൂഷൻ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു, അത് അംഗീകരിച്ചായിരുന്നു വിധി. ഈ വിഷയം നമുക്കറിയാം, ദാരുണമായൊരു സംഭവമായിരുന്നു. ഈ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കുകയാണ് ഈ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറി കൊലപാതകം നടത്തിയത്. പ്രതിയെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചു പോലീസിന്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഈ വാദം നടന്ന സമയത്ത് പ്രതിഭാഗം പ്രധാനമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്താണ്? തീർച്ചയായും രഞ്ജിത്തെ, പാനൂർ വിഷ്ണുപ്രിയ കേസിലെ, അതായത് കേരളം കാതോർത്തിരിക്കുന്ന വിധി ഇന്നാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതിയാണ് വിധി പറയുക. എന്തായാലും വെള്ളിയാഴ്ച ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധി ഇന്ന് എന്നാണ് കോടതി അറിയിച്ചത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ ഈ കേസ് ആദ്യ കേസായി പരിഗണിക്കുമെന്നാണ് സാധ്യത. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതി വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ വിഷ്ണുപ്രിയ തന്റെ ആൺസുഹൃത്തുമായി ഇത്തരത്തിൽ വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ പതിഞ്ഞ 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്, വളരെ വലിയ തെളിവായത്. ഒപ്പം ഈ പ്രതി വീട്ടിലേക്ക് ആരുമില്ലാത്ത സമയത്താണ് ഈ കൃത്യം നടത്തുന്നത്. ഈ വീട്ടിലേക്ക് കടന്നു വന്ന് ഈ വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത്
അത്ര മൃഗീയമായ രീതിയിലായിരുന്നു കൊലപ്പെടുത്തിയത്. 29 മുറിവുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ചർച്ചയായ ഒരു കേസാണ്. ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റസമ്മതവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം. ഇതൊക്കെ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായി. അതുകൊണ്ട് തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എന്തായാലും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. എന്തായാലും ആ തരത്തിൽ വളരെ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ വിഷ്ണുപ്രിയയുടെ മാതാവും സഹോദരിയും വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം വിധി കേൾക്കാനായി എത്തിയിരുന്നു. എന്തായാലും ഇന്നേക്കാണ് വിധി മാറ്റിവെച്ചത്. ഈ മാതാവും സഹോദരിയും ഇന്നും കോടതിയിലെത്തുമാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും വലിയ സിനിമ മോഡൽ ഒരു കൊലപാതകമായിരുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം. ഇതിൽ ഈ ചുറ്റികയും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതും ഈ കേസിൽ നിർണായക തെളിവായി. ഏതായാലും നേരിട്ട് സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. എന്തായാലും ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കരമന കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് പങ്കാളികളായ 3 പ്രതികളും പിടിയിലായി. രണ്ടാം പ്രതി സുബേഷിനെ ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം കരിക്കകത്ത് നിന്നാണ് പിടിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ട പ്രതികളായ അപ്പു എന്ന അഖിൽ, വിനീഷും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഇതിനകം 3 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനമോടിച്ച അനീഷ്, പ്രതികൾക്ക് ഒത്താശ ചെയ്ത ഹരിലാൽ, കിരൺ എന്നിവരാണ് റിമാൻഡിലായത്. കൊല്ലപ്പെട്ട അഖിലും കിരണും തമ്മിൽ ബാറിലുണ്ടായ തർക്കമാണ് നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ ഇതുവരെ 6 പേർ അറസ്റ്റിലായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ അന്വേഷണ വഴികളിലാണ് പോലീസ് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസ് സാധിച്ചിരുന്നു. മറ്റൊരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രതികൾ കൂടിയാണ് ഇത് എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണം എളുപ്പമാക്കുകയും ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് അപകടമുണ്ടായി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേർക്കായി ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ തുടരുകയാണ്. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയിലാണ് മത്സ്യബന്ധനത്തിനായി പോയത്. അഴീക്കൽ സ്വദേശി നൈനാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് എന്ന ബോട്ടാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലിൽ കപ്പൽ ബോട്ടിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. CB അനുമോദ് ചേരുന്നു. അനുമോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ അത് കാണാം. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സാധാരണയായി കപ്പലിൽ ബോട്ട് ഇടിക്കുക എന്ന് പറയുന്നത് സംഭവിക്കാനാകാത്ത ഒരു കാര്യമാണ്. എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് പൊന്നാനിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ ചാവക്കാട് മേഖലയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവരാജ് സാഗർ എന്ന കപ്പലാണ് ബോട്ടിലിടിച്ചത്. അത് ഇന്ത്യൻ കപ്പൽ തന്നെയാണ്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ 6 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 4 പേരെ ഈ കപ്പൽ ജീവനക്കാർ തന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ 2 പേർ ഈ അപകടത്തിൽ കടലിലേക്ക് പോയി. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇവരും പൊന്നാനി സ്വദേശികൾ തന്നെയാണ്. ഈ കാണാതായിട്ടുള്ള 2 പേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ പേര് നമുക്ക് ലഭ്യമായത് അനുസരിച്ച് സലാം, ഗഫൂർ എന്നിങ്ങനെ ഇവരെല്ലാം തന്നെ പൊന്നാനി സ്വദേശികളാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. പൊന്നാനിയിൽ നിന്നും കൂടുതൽ തെരച്ചിലിനായിട്ട് പൊന്നാനിയിൽ നിന്നുള്ള സംഘവും ഇത് അറിഞ്ഞപ്പോൾ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഈ കപ്പൽ ജീവനക്കാരും ഈ തെരച്ചിലിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. കാരണം അത് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടം എന്ന രീതിയിൽ മാത്രമാണ് പ്രാഥമികമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകൾ ലഭിക്കുകയുള്ളൂ. കാരണം പൊന്നാനിയുള്ള സംഘം അവിടെ എത്തിയതിനു ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇന്നലെ പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. 4 പേരെ രക്ഷപ്പെടുത്തി. 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്ന വിവരമാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. രഞ്ജിത്ത്, CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി അനുമോദിലേക്ക് പോകണം. അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തത്തിനെ തുടർന്ന്
മരണം സംഭവിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പൊക്കെ വലിയ ജാഗ്രതയിലാണ്, നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രോഗം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത നിലമ്പൂർ, പോത്തുകല്ല്, ഏറനാട്, ചാലിയാർ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല അവലോകന യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ് വിവരങ്ങൾ. അനുമോദ്, ഭയാനകമായ സാഹചര്യമാണോ ഈ ജില്ലയിലുള്ളത്? കാരണം ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒന്നല്ല, ജാഗ്രത വേണ്ടിവരും, ഒപ്പം നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഏത് തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കൂടുതൽ പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടോ? നിലമ്പൂർ മേഖല, പ്രത്യേകിച്ച് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന നിലമ്പൂരുമായിട്ടുള്ള മേഖലകളിൽ വലിയ തോതിൽ തന്നെ ഈ രോഗം പടർന്നു പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു വ്യാപനം അവിടെ കണ്ടെത്തിയിരുന്നു. ഇതുവരേക്കുള്ള കണക്ക് പ്രകാരം 8 പേരാണ് ഈ വർഷം മാത്രം ഈ ഒരു രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം മരിച്ചിട്ടുള്ളത്. ഈ മാസം മാത്രം 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. 5 പേർ ഈ ഒരു അസുഖം ബാധിച്ച് മരിച്ചു എന്ന് വിലയിരുത്തലുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടും ഈ അസുഖം കാരണമാണോ മരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾ, കൂടുതൽ നടപടികൾ ഈ ഒരു മേഖലയിൽ ശക്തമാക്കുന്നത്. പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര യോഗം ചേരുന്നത്. ഈയുടെ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ തന്നെ കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു മേഖലയിൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രോഗം വന്ന് മറ്റ് അസുഖങ്ങൾ കൂടിയുള്ളവരാണ് ഇതിൽ ജീവൻ നഷ്ടമായവരെന്ന ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. അതായത് പെട്ടെന്ന് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവുകയും മഞ്ഞപ്പിത്തം വരികയും ചെയ്യുന്നതോടെ ഈ കരളിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യം, കരൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യം, അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അപകടകരമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയോ ചികിത്സ തേടുകയോ വേണം എന്നുള്ള നിർദ്ദേശമാണ് കർശനമായി നൽകിയിരിക്കുന്നത്. ഒറ്റമൂലി ചികിത്സയിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മുൻപ് അസുഖം ഉണ്ടായവരുടെ വീടുകളിൽ രണ്ടാമത് അസുഖം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആ വീടുകളിൽ ചെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ജനുവരി മുതൽ ഇതുവരേക്കും സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 1032 സ്ഥിരീകരിച്ച കേസുകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. 3184 സ്ഥിരീകരിക്കാത്ത കേസുകളും ഈ ഒരു മേഖലയുണ്ട്. ഇത് വലിയൊരു സംഖ്യ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ മഴക്കാലം വരുന്നതിന് മുൻപ് ഈ ഒരു പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയില്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു വ്യാപനം ഒരുപക്ഷെ കൂടുതലാവാനുള്ള സാധ്യത മുന്നിലുള്ള മറ്റു അസുഖങ്ങൾക്കൊപ്പം തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത തല യോഗം, ആരോഗ്യത്തിന് മാത്രമല്ല അതിൽ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, ഈ 2 മേഖലകളിലും വിളിച്ചു ചേർത്തിരിക്കുന്നത്. 10:30 ചാലിയാറിൽ ആദ്യ യോഗം ചേരുക. അതിനുശേഷം 11:30 ഉച്ചയ്ക്ക് മുമ്പായിട്ട് പോത്തുകല്ലിലും ഈ ആരോഗ്യവകുപ്പിൻ്റെ യോഗം ചേരും. ശേഷം തുടർ നടപടികളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുമോദ്, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ അനുമോദ് തന്ന വിവരമനുസരിച്ച് ഈ കപ്പലിടിച്ച് തകർന്ന ബോട്ടിൽ നിന്ന് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു എന്നുള്ളതാണ്. പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിൻ്റെ 46 വയസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കിട്ടിയത് എന്ന് മനസ്സിലാകുന്നു. അതപ്പോൾ ഒരു ദാരുണമായ സംഭവമായി മാറുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചാണ് അപകടമുണ്ടായത്. 4 പേരിൽ 2 പേരെ ജീവനക്കാർ രക്ഷപ്പെടുത്തി. 2 പേർക്കായി, മൊത്തം 6 പേർ ഈ ബോട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 2 പേർക്കായി പൊന്നാനിയിൽ നിന്നുള്ള മറ്റു ബോട്ടുകൾ തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരു മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനുമോദ്? രഞ്ജിത്ത്, ഏറ്റവും അവസാനമായി നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. പൊന്നാനി പള്ളിപ്പടി സ്വദേശി റഫീഖിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ അതായത് കപ്പലുമായി ബോട്ടിടിച്ചതിന് ആ മേഖലയിൽ തന്നെ നടത്തിയ തെരച്ചിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടി തെരച്ചിലും ഈ മേഖലയിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു തെരച്ചിലിന് പൊന്നാനിയിൽ നിന്നുള്ള സംഘവും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കപ്പൽ ജീവനക്കാർ നേരത്തെ തന്നെ ഇവർക്കുള്ള തെരച്ചിൽ തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊന്നാനിയിൽ നിന്നുള്ള സംഘവും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ സംഘങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഗഫൂർ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെ പൊന്നാനിയിൽ നിന്ന് നൽകേണ്ടി വരുന്നത്. ഈ തരത്തിൽ തെരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണിപ്പോൾ ആ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. അതായത് മുഴുവൻ 6 പേരാണ് ആ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ രക്ഷപ്പെടുത്തി. അപ്പോൾ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി.
അങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരം അല്ലേ അനുമോദ്? തീർച്ചയായും 6 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിൽ 2 പേർക്ക് വേണ്ട തെരച്ചിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. കാരണം നമുക്കറിയാം ഇതൊരു കപ്പൽപാത കൂടിയാണ്. ഒരുപാട് ആഴത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തിയ മൃതദേഹത്തിന് അങ്ങനെ ആഴത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റൊരാൾ ഒരുപക്ഷെ എവിടെയെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ട് അതുകൂടി നിലനിർത്തിക്കൊണ്ടാണ് ആ തെരച്ചിൽ വളരെ വേഗത്തിൽ തന്നെ നടത്തുന്നത്. കപ്പലിൻ്റെ ബോട്ടിൻ്റെ അവശിഷ്ടത്തിലോ എവിടെയെങ്കിലും അദ്ദേഹം പിടിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊരു പ്രതീക്ഷയിലാണ് ഈ തെരച്ചിൽ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയുടെ കടലിൻ്റെ ഒരു സാഹചര്യം മുഴുവനായിട്ടും അറിയുകയില്ല. എങ്കിലും ഈ പൊന്നാനിയിൽ നിന്നുള്ള ഈ ഒരു മേഖലയിൽ പരിചയമുള്ള, കടലിൽ പോയി പരിചയമുള്ളവർ തന്നെയാണ് അവിടെ ഇപ്പോൾ തെരച്ചിലിന് വേണ്ടി എത്തിയിരിക്കുന്നത്. കോസ്റ്റ് പോലീസും ഉണ്ട്, അതോടൊപ്പം തന്നെ കപ്പൽ ജീവനക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും സംയുക്തമായുള്ളൊരു തെരച്ചിലും മറ്റുമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പൊന്നാനിയിൽ ബോട്ട് കപ്പലിലിടിച്ച് ഒരാൾ മരിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത രാവിലെ പങ്കുവെക്കാനുണ്ട്. മറ്റൊരു വാർത്ത ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ H1N1 ബാധിതരുടെ എണ്ണം കൂടുന്നതിനാൽ കരുതലോടെ ജില്ലാ ഭരണകൂടം. 2 ആഴ്ചക്കിടയിൽ 10 പേർക്കാണ് പനി കണ്ടെത്തിയതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ശക്തമായ പനി, ജലദോഷം, ശരീരവേദന, തൊണ്ടവേദന, ഛർദി എന്നിവയാണ് രോഗലക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം വൈറസുകളുടെ വ്യാപനത്തിനും പെരുകലിനും കാരണമാകുന്നു എന്നാണ് വിലയിരുത്തൽ. തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല, 2ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച അപ്പർ കുട്ടനാട് മേഖലയിൽ തിരുവല്ല നിരണം പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. മേഖലയിലെ താറാവുകളുടെയും കോഴികളുടെയും തുറന്നുവിടരുതെന്ന് കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് കളക്ടറേറ്റിൽ പ്രത്യേക അവലോകന യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഉള്ള വിലയിരുത്തൽ. അതേസമയം ഈ മാസം 16 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കള്ളക്കടലും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഗുരുതര പ്രതിസന്ധിയിലാഴ്ത്തുന്നത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശത്ത് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വർദ്ധി ഇത്രയും വർഷം, എനിക്കൊരു 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കടലിൽ. പക്ഷെ ഇതുവരെ ഒരു സംഭവം പോലെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചാളയെന്ന് പറഞ്ഞ സാധനം എപ്പോഴും തീക്കണം. ഇപ്പോൾ ഒരെണ്ണം കണിയാണാൻ കിട്ടുന്നില്ല. നമ്മൾ വലിയ ചൂട് തന്നെ. ഇനിയിപ്പോൾ എന്തെങ്കിലും കടലിൽ മീൻ വന്ന് പണി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ശരിക്കും മഴ പെയ്ത് കടലും തണുക്കണം. അപ്പോഴേ നമുക്ക് കടലിൽ എന്തെങ്കിലും എന്തായാലും ചെമ്മീനായാലും മീനായാലും എന്ത് സാധനം വേണമെങ്കിലും ഈ ചൂട് മാറിയെങ്കിൽ മാത്രമേ സംഭവം കിട്ടുള്ളൂ. നമുക്ക് കഴിഞ്ഞ 35 വർഷമായി ഷൺമുഖൻ ചേട്ടൻ അന്നം തരുന്നത് കടലാണ്. എന്നാൽ ഇതുപോലൊരു വറുതിയുടെ കാലം അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ല. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ഓരോരുത്തരും ഇത് തന്നെയാണ് പറയുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത വെല്ലുവിളികളാണ് കടലിന്റെ മക്കൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അത്രമേൽ മാറ്റങ്ങൾ കടലിൽ സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂനമർദ്ദവും കൊടുങ്കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെയാണ് കള്ളക്കടലെന്ന പുതിയ പ്രതിഭാസത്തിൻ്റെയും വരവ്. തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരും ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. ആകെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെല്ലാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടക്കെണിയിലാണ്. ആത്മഹത്യയുടെ വക്കിലാണ് എല്ലാവരും. അത്രയും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. ട്രോളിംഗ് ബോട്ടുകളാണ് ഇവിടെ പ്രശ്നം. ട്രോളിംഗ് ബോട്ടുകളൊക്കെ നിരോധിച്ചു കളയണം, എന്നാൽ ഇവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാവുള്ളൂ. അത്രയും പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം നമ്മ പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗവൺമെന്റ് നമ്മുടെ ഫിഷറീസ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക നിയമം കൊണ്ടുവരണം. സ്ക്വാഡ് രൂപീകരിക്കണം. കടലിൽ ഇവ ഇത്തരം മത്സ്യബന്ധനം നടക്കുന്നുണ്ടെന്നുള്ളതിന് അവരെ പിടിക്കുന്നതിനുള്ള സ്ക്വാഡ് രൂപീകരിക്കണം. നിലവിലെ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ
നിരോധന കാലയളവ് നീട്ടണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. വായ്പയെടുത്താണ് വള്ളങ്ങളും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും പലരും വാങ്ങിയിരിക്കുന്നത്. കടലിൽ പോകാൻ കഴിയാതെയാകുന്നതോടെ ഇവരുടെ ജീവിതം നാൾക്കുനാൾ പ്രതിസന്ധിയിലാകുകയാണ്. ന്യൂസ് 18 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. റവന്യൂ വകുപ്പിനെതിരെ CPI അനുകൂല സർവീസ് സംഘടനാ സമരത്തിന്. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചാനൽ ചർച്ചയിൽ വിമർശിച്ച സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലാണ് പ്രതിഷേധം. ഇന്ന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തും. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഈ കുഴിനഖത്തിന് ജില്ലാ കളക്ടർ ഡോക്ടറെ തൻ്റെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി ചികിത്സിച്ചു എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അവിടെ ഒരു സർവീസ് സംഘടനാ നേതാവ് കളക്ടറെ വിമർശിക്കുന്നു, തുടർ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇത് ഏത് തരത്തിലാണ് ഈ സംഘടനകളുടെ വിഷയത്തിൽ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്? രജിത്ത്, ഈ കുഴിനഖ ചികിത്സയ്ക്കായി സർക്കാർ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയ സംഭവം വാർത്ത നൽകുന്നത് ന്യൂസ് 18 ആയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയചന്ദ്രൻ, ജോയിന്റ് കൗൺസിൽ കൂടിയായിട്ടുള്ള ജയചന്ദ്രൻ, അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും അതിൽ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തത്. തുടർന്നാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് സർവീസ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കാരണം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോണിനെ വിമർശിച്ചു എന്ന പേരിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. അത് സർവീസ് സംഘടന നേതാവ് എന്ന നിലയിൽ നടത്തിയ വിമർശനത്തിന് വിശദീകരണം ചോദിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ജയചന്ദ്രൻ നമ്മോട് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഈ ജില്ലാ കളക്ടറുടെ മനോഭാവം അത് ഫ്യൂഡൽ മനോഭാവമാണെന്നാണ് ജയചന്ദ്രൻ ഒരു വിമർശനം. ഇതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സർവീസ് സംഘടനാ നേതാവിന് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് വകുപ്പ് മന്ത്രിയും സർക്കാരും എന്ത് നിലപാട് എടുക്കുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ ഒരു നോട്ടീസ് നൽകിയതിനു ശേഷം. കൂടാതെ സർക്കാർ ഇടപെട്ട നടപടി തടഞ്ഞില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ജോയിന്റ് കൗൺസിലിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും ജോയിന്റ് കൗൺസിൽ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സർവീസ് സംഘടനകളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ജോയിന്റ് കൗൺസിൽ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുഴിനഖ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം വലിയ രീതിയിൽ CPIയുടെ മന്ത്രിമാർക്ക് നേരെ കൂടി തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം മന്ത്രി ഇക്കാര്യത്തിലൊരു കൃത്യമായ നിലപാട് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. K. രാജൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് അല്ലെങ്കിൽ ചോദ്യത്തോട് പ്രതികരിക്കാതെ പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഈ സർവീസ് സംഘടനകൾ ഇടതുപക്ഷ അനുകൂല അല്ലെങ്കിൽ CPI അനുകൂല സർവീസ് സംഘടനകൾ ഇങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണോ ഒരു നിലപാട്? കളക്ടറോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുക, കളക്ടറോട് ഈ വിഷയം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുക, അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു ചാനൽ ചർച്ചയിൽ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു. തുടർന്നാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ചട്ടലംഘനം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണ്, ഒപ്പം തന്നെ ഭരണാധികാരി കൂടിയാണ് കളക്ടർ. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അനുമതി വാങ്ങിയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു നോട്ടീസിൽ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അവർ പറയുന്നത് ചാനൽ ചർച്ചയിൽ മുൻകാലങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, അതിന് യാതൊരുവിധ അനുമതിയും വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജോയിന്റ് കൗൺസിൽ അംഗങ്ങളുള്ളത്, ഒപ്പം തന്നെ ജയചന്ദ്രനുമുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മോട് തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ നിലപാടാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമോ, അല്ലെങ്കിൽ മന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഇത്തരത്തിലൊരു നടപടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്, നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 10 ദിവസത്തിനകത്ത് ഇതിന്റെ വിശദീകരണം നൽകണം, അല്ലെങ്കിൽ വകുപ്പ് തലത്തിൽ തന്നെ വലിയ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ്. ജോയിന്റ് കൗൺസിൽ നേതാവിനെതിരെയാണ് നടപടിക്കുള്ള ശുപാർശ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തിന് ആനവണ്ടി എഴുന്നള്ളിച്ചത് കൗതുകമായി. KSRTC കൊട്ടാരക്കര ഡിപ്പോയിലെ മൊബൈൽ വർക്ക്ഷോപ്പ് വാനാണ് നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ളവ കൊണ്ട് അലങ്കരിച്ച് എഴുന്നള്ളിച്ചത്. ഉത്സവ ഘോഷയാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവ കെട്ടുകാഴ്ചയുടെ മുന്നിലാണ് നമ്മൾ ഉള്ളത്. ഇത്
KSRTC ജീവനക്കാരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഗാരേജിനകത്ത് ഒരു വാഹനം അണിയിച്ചൊരുക്കി ഘോഷയാത്രയായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നു വരുന്നത്. നമുക്കറിയാം അവസാനഘട്ട മിനുക്കുപണിയാണ് ഇവിടെ നടന്നു വരുന്നത്. ബസ്സിൻ്റെ മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മുത്തുക്കുടകൾ വെക്കും. അതുപോലെ ഈ ലൈറ്റുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊരു ആനച്ചന്തം എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. നമുക്ക് ചോദിച്ചറിയാം, ഇത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം തന്നെയാണ്. അത് ഇന്നും മുറതെറ്റാതെ നടക്കുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പോലും ലഭിക്കും. ചോദിച്ചറിയാം. മഹാഗണപതി ക്ഷേത്രത്തിലെ 3ാം ഉത്സവമാണ് KSRTCക്ക് അനുവദിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി ക്ഷേത്ര ആചാരപ്രകാരമുള്ള കലാപരിപാടികളോടുകൂടി നടത്തുകയും ഒപ്പം അന്നദാനം അടക്കമുള്ള പരിപാടികളോടുകൂടി 3ാം ഉത്സവം പരിപൂർണ വിജയമായി സമാപിക്കുകയും KSRTCയുടെ ഭാഗമായിട്ട് KSRTC വാഹനങ്ങളുടെ ബസ്സുകളുടെ നാഥനെന്ന് പറയുന്ന ഒരു വാഹനമാണ് വാൻ. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ്സുകളിൽ ഒന്ന്. എവിടെ ഒരു KSRTC വീഡിയോ ആവുന്നോ അവിടെ പോയി അതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ വാൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ വാഹനത്തെയാണ് ഞങ്ങൾ ഈ ഘോഷയാത്രയ്ക്ക് അണിയിച്ചൊരുക്കി രംഗത്തിറക്കാൻ പോകുന്നത്. അതിന് എല്ലാവിധ സഹകരണവും ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ഓഫീസർ, DTO, ഇതിൻ്റെ ഗാരേജിൻ്റെ DE, അങ്ങനെ തുടങ്ങിയ എല്ലാ ജീവനക്കാരും അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടി സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കെട്ടുകാഴ്ച ഇന്ന് ഘോഷയാത്രയ്ക്കായി സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഉള്ളതല്ലേ? എല്ലാ വർഷവും ഉള്ളതാണ്. എങ്ങനെ നമുക്ക് നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? നല്ലൊരു പിന്തുണ, നാട്ടുകാരിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള വ്യാപാരി വ്യവസായികളുടെ സഹകരണമുണ്ട്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ ചെലവ് വരുന്ന എല്ലാ വർഷവും അതിഗംഭീരമായി അന്നത്തെ 3ാം ഉത്സവം മൊത്തം KSRTCയുടെ ചെലവില് അന്നദാനം സഹിതം നൈറ്റിലുള്ള കലാപരിപാടികൾ 24 മണിക്കൂറും കലാപരിപാടികളോടുകൂടി വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷവും നടത്തി വരുന്നു. അത് ഓരോ വർഷവും ഓരോ രീതിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇതെല്ലാം ജീവനക്കാരും ഈ മറ്റ് പരിസരത്തുള്ള വ്യാപാരി വ്യവസായികളും എല്ലാം സഹായ സഹകരണത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് നല്ല സപ്പോർട്ട് യാത്രക്കാരിൽ നിന്നുമുണ്ട്. അതേ രീതിയിലാണ് മൊത്തം എല്ലാ ഉത്സവ പരിപാടികളും എല്ലാ വർഷവും ഓരോ വർഷം തോറും അതീവ ഗംഭീരമായിട്ട് ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഇതിപ്പോ തന്നെ ഇന്ന് വെറൈറ്റിയാണ്, കംപ്ലീറ്റ് വെറൈറ്റി രീതിയിലാണ്. ഇന്ന് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഗംഭീരമായ രീതിയിലാണ് ഈ വർഷം. അത് മഹാഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ശമ്പളം ഘട്ടമായി കിട്ടുന്ന കാലഘട്ടത്തിലും ഓരോ ജീവനക്കാരും ആത്മാർത്ഥമായി സംഭാവന തന്ന് ഇത് വളരെ ഗംഭീരമായി വിജയിപ്പിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ജീവനക്കാരോടും ഞങ്ങൾ കമ്മിറ്റി ഞങ്ങൾക്ക് അതിൻ്റെതായ കടപ്പാടുമാണ്. കാഴ്ചയുടെ ഒരു വലിയൊരു വിരുന്നൊരുക്കിയത് ഇവരൊക്കെ ചേർന്നാണ്. ചേട്ടൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷവും ഞാൻ തന്നെയായിരുന്നു വണ്ടി ഒരുക്കിയത്. ഈ പ്രാവശ്യവും നമ്മുടെ ബഹുമാനപ്പെട്ട ATOയുടെ നിർദ്ദേശാനുസരണം, നമ്മുടെ DTOയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിത് തയ്യാറായത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയതിൽ ഇച്ചിരി മോടി പിടിപ്പിച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ മഹാഗണപതിയുടെ തിരുസന്നിധിയിലേക്ക് ഇതിലും മനോഹരമായ രീതിയിൽ നടത്തുന്ന ഒരു പ്രവണതയാണ്. ഇനി പുതുതായി വരുന്ന ആളുകളും ഇതിൽ പങ്കെടുക്കണം, പങ്കാളികളാവണം. അതിലുപരി യാത്രക്കാരുടെയും കൂടുതൽ സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവം ഒരു വളരെ തീക്ഷ്ണതയേറിയ ഒരു സപ്പോർട്ടാണ് ഈ യാത്രക്കാരിൽ നിന്ന് നമുക്കുണ്ടായത്. ഇനി ഇത് അങ്ങോട്ട് പ്രദർശിപ്പിക്കുമ്പോഴത്തേക്ക് അവരുടെ ആവേശം, നമുക്കതാണ് ഏറ്റവും വേണ്ടുന്നത്. അവരുടെ ആവേശമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. യാത്രക്കാരുടെ ആവേശമാണ് നമ്മുടെ നിലനിൽപ്പ്. അതിനുവേണ്ടി നമ്മൾ ഇനിയും കഠിനമായിട്ട് പ്രയത്നിക്കും. അത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണിത്. ഈ കൊട്ടാരക്കര ഗണപതി മഹാക്ഷേത്രത്തിലെ പരിപാടിക്ക് 3ാം ഉത്സവം KSRTCയുടെ വഴിയായിട്ടാണ് പരിപാടി നടന്നിരുന്നത്. അത് അന്നദാനം ഉൾപ്പെടെ നമ്മൾ അവിടെ അന്നദാനം കൊടുത്തു. പിന്നെ നമ്മുടെ ജീവനക്കാർക്ക് ഡിപ്പോയിൽ കൊണ്ടുവന്ന് നമ്മൾ അന്നദാനം കൊടുക്കാനുള്ള എല്ലാ സംവിധാനം നമ്മൾ ചെയ്തു. അത് ഡിപ്പോയിൽ നിന്ന് വരുന്ന ജീവനക്കാർക്കും നമ്മൾ അന്നദാനം കൂടെ കൊടുത്തു. ഇന്ന് സമാപന ദിവസമായ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് പാസഞ്ചർ വണ്ടിയാണ് കിട്ടിയത്. അന്ന് ഈ വണ്ടി നമുക്ക് ഈ മൊബൈൽ വാൻ നമുക്ക് ഇറക്കാൻ സാധിച്ചില്ല. അതിന് നമ്മൾ പാസഞ്ചർ വണ്ടിയാണ് ഇറക്കിയത്. ഈ വർഷം നമ്മുടെ കൊട്ടാരക്കരയിലെ DTO സുരേഷ് സാറിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ വണ്ടി അനുവദിക്കുകയും അതിന് നമുക്ക് എല്ലാ സഹായം ചെയ്ത നമ്മുടെ ജീവനക്കാരും അതുപോലെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദിയും സ്നേഹം അറിയിക്കും. ആനയെ എഴുന്നള്ളിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾക്കെല്ലാം വേദിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യവിരുന്ന് കൊട്ടാരക്കരയ്ക്ക് മാത്രം സ്വന്തമായി മാറിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര.
കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായാണ് KSRTC ബസ് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി എഴുന്നള്ളിച്ചത്. അത് കൗതുകകരമായ കാഴ്ചയാണ്. എല്ലാ വർഷവും ഇതുപോലെ ഈ ദിവസം അത് ചെയ്യാറുണ്ട് താനും. വലിയ ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ് KSRTC ജീവനക്കാരും മറ്റും. നമുക്ക് ഇതോടുകൂടി മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. 2 ദിവസത്തെ അവധിക്കൊക്കെ ശേഷം ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.